ഈ കേസിന്റെ കാര്യത്തില് ചേച്ചിക്ക് എന്താ ഇത്ര വലിയ ടെൻഷൻ? ഇനി ആരും അറിയാതെ ചേച്ചി എങ്ങാനും ഇതിന്റെ പിന്നിലുണ്ടോ? പിന്നെ ഞാൻ വല്ലതും ആയിരുന്നെങ്കിലേ വിചാരിച്ച കാര്യം നടപ്പിലാക്കിയിട്ടേ പിന്മാറുള്ളായിരുന്നു. ഇതുപോലെ ചീറ്റിപ്പോകുന്ന ഏർപ്പാടുകൾക്ക് ഈ അനുരാധ നിൽക്കില്ല. അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. പക്ഷെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനല്ല, ആരാണെന്ന് എനിക്ക് അറിയേയില്ല. പക്ഷെ പോലീസ് അന്വേഷണവും നൂലാമാലകളും ഒന്നും വേണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന് വേറെ ചില കാരണങ്ങളുണ്ട്. മടിയിൽ കനവില്ലെങ്കിൽ വഴിയിൽ ഭയക്കണ്ടെന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ കാര്യത്തിൽ മടിയിൽ കനവുണ്ട്. അതുകൊണ്ട് തന്നെ ഭയന്നേ പറ്റൂ. ഈ കുടുംബത്തിനകത്ത് എനിക്ക് മാത്രം അറിയുന്ന, ഞാനായിട്ട് മൂടി വെച്ചിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതൊക്കെ നിനക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും ജാതകം വരെ ചെകഞ്ഞെടുക്കും. പ്രത്യേകിച്ച് CI മീര വർഗീസിനെ പോലെയുള്ള ഒരു ഓഫീസർ. അവർ ഈ കുടുംബത്തിന്റെ ഉള്ളറകളിലേക്ക് അടുക്കും മുമ്പ് അവരെ തടയണം, അകറ്റി നിർത്തണം. അതാ നമുക്ക് നല്ലത്. ഗിരിക്ക് തിരക്കൊഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കില്ല. നേരെ എന്ന് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാലോ? നിഖിലേ, നാളെ രാവിലെ തന്നെ എന്നെ വന്നൊന്ന് കാണണം. അക്കൗണ്ട്സിന്റെ ഫയൽ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുക. ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം ഫോർവേഡ് ചെയ്യാൻ. ചെയ്യുന്ന ജോലിയോട് ഒരു മിനിമം മര്യാദയെങ്കിലും കാണിക്കണ്ടേ? എത്ര കാലമായിട്ട് താൻ SS ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? നോ എക്സ്ക്യൂസ്. രാവിലെ ഇയാൾ എന്റെ ക്യാബിനിലുണ്ടാവണം. ദാറ്റ്സ് ഓൾ. പറയാനുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയാതിരിക്കുന്നതന്നെ നല്ലത്. മൂഡ് തീരെ ശരിയല്ല. മനസ്സിന്റെ നാട്ടുവഴിയോരത്ത് ഞാൻ പാകിയ വിത്തുകൾ, നീ അതിൽ വെയിലും മഴയുമായപ്പോ അവയെല്ലാം സ്വപ്നങ്ങളായി പൂത്തുലഞ്ഞു. സത്യം, സ്വപ്നം കാണാൻ ആർക്കും കഴിയുമെന്ന് പറയുന്നത് വെറുതെയാണ്. മനസ്സ് പങ്കിടാൻ, സ്നേഹവും വഴക്കും എല്ലാം പകുത്തു നൽകാൻ ഒരാൾ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും സ്വപ്നം കാണാനാവില്ല. നിറവും സ്വപ്നങ്ങളും ഇല്ലാതിരുന്ന എന്റെ ലോകത്തിൽ ഇപ്പോ നിറപ്പകിട്ടാർന്ന സ്വപ്നങ്ങളുടെ ഉത്സവമാണ്. അതിന്റെ കാരണം എന്താ ഇത്? വായിച്ചു നോക്കുമ്പോ അറിയാലോ. തിരക്കാണെന്നറിയാം. ഇപ്പൊ വായിക്കാനല്ല, പിന്നെ എപ്പോഴെങ്കിലും സൗകര്യമായിട്ട് വായിച്ചാൽ മതി.
എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ തന്റെ വ്യക്തിത്വത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇത് അൺബിലീവബിൾ. താൻ ഇത്ര നന്നായിട്ട് കവിത എഴുതുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. നമുക്കേ ഇത് പബ്ലിഷ് ചെയ്യണം. അത് മാത്രമല്ല, സുമിത ഇനി കുത്തിക്കുറിക്കുന്ന എല്ലാ കവിതകളും നമുക്കൊന്നിച്ച് പബ്ലിഷ് ചെയ്യണം. എ കളക്ഷൻ ഓഫ് പോയംസ്. നന്നായിട്ടുണ്ട്. യു ആർ എ ബ്രില്യന്റ് റൈറ്റർ. കവിത പോലും മണ്ണാൻ കട്ട. മനസ്സ് തുറന്നൊരു കാര്യം പറഞ്ഞു വെച്ചാ ഈ ഗിരിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്തൊരു മനുഷ്യനേത്. പാലടപ്രഥമനും കൂടി ഇങ്ങോട്ട് എടുക്കട്ടെ മോളെ. ആ ചെറിയൊരു പാത്രത്തിൽ എടുത്താൽ മതിയേ. ബാക്കിയെല്ലാം അവിടെ ഇരിക്കട്ടെ, ചൂടാറണ്ട. ഇവിടെ എല്ലാരും ഊണ് കഴിക്കാൻ പോകുന്നേ ഉള്ളോ? എല്ലാരും കഴിച്ചു കഴിഞ്ഞു. ഇത് ഞാന് അമ്പിയമ്മാവൻ ഊണ് കഴിച്ചില്ലെങ്കിൽ ഇരുന്നോളൂ, ഞാൻ വിളമ്പിത്തരാം. ഞാൻ നമ്മുടെ ഓഫീസിലൊന്ന് കേറിയായിരുന്നു. അക്കൗണ്ട്സിലെ നിഖിലിനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടാ ഇറങ്ങിയത്. ആഹാ, പാലടപ്രഥമനോ? ഇത് വേണേ ഒരു കൈ നോക്കാം. ആ, ഒരു ഗ്ലാസ് ഇങ്ങനെ. ചൂട് ചൂട് നാലും സൂപ്പർ. ഇതിനു മുമ്പ് ഇത്രയും സ്വാദോടെ ഞാൻ കുടിച്ചിട്ടുള്ളത് അമ്പലപ്പുഴ പാൽപ്പായസമാ. ഇത് അതിനെ കടത്തി കിട്ടും, ഒരു സംശയമില്ല. കുറച്ചുകൂടെ എടുക്കട്ടെ അമ്മാവ? പിന്നെന്താ ചോദിക്കാനുണ്ടോ? കിട്ടോ? ഒഴിച്ചോ ഒഴിച്ചോ. എടുത്തെടുത്തു, കമത്തിക്കോ. എന്തായാലും സൂപ്പർ. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. കുറച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കെ, ബാക്കി രാത്രി കുടിക്കാമല്ലോ. അയ്യോ, അതിനുണ്ടാവുമെന്ന് അറിയില്ല. ഞാനിത് ഗിരിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഗിരി ഇപ്പൊ വരുവേ ഊണ് കഴിക്കാനായിട്ട്. ആളൊരു മധുരപ്രിയനാണല്ലോ, അതുകൊണ്ട് ഈ പായസം ബാക്കിയാണെന്നും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഗിരി ഊണ് കഴിക്കാൻ വരാന്ന് പറഞ്ഞിരുന്നോ? ആ, പറഞ്ഞായിരുന്നല്ലോ. 1:30 കഴിയുമ്പോ എത്താന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്തോ അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അമ്മാവ? കുറച്ചു ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ദുബായിൽ നിന്ന് വന്ന കുറെ ക്ലയൻസിന്റെ കൂടെ ഗിരി പുറത്തേക്ക് പോകുന്ന കണ്ട. അതാ. അതെന്തെങ്കിലും മീറ്റിങ്ങിനാവുന്നേ, അല്പം ലേറ്റ് ആയാലും എത്താതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഞാന് സങ്കടപ്പെടുത്താൻ പറയല്ല. ഗിരിയുടെ കാര്യത്തിൽ അങ്ങനെ വലിയ ഉറപ്പൊന്നും വേണ്ട. ഹോട്ടൽ റോയൽ പാർക്ക് റീജൻസിയിലെ അവരുടെ കൂടെ ഒഫീഷ്യൽ ലഞ്ചിനാ ഗിരി പോയിരിക്കുന്നത്. എന്ത് ചെയ്യാനാ, തിരക്കല്ലേ. വീട്ടിൽ വന്ന് ഉണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോ മറന്നുപോയി കാണോ. എന്തായാലും പായസം ബാക്കി വരികയാണെങ്കിലേ ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജ് വെക്കാൻ മറക്കണ്ട കേട്ടോ. ഒന്ന് കിടക്കട്ടെ. പായസം കുടിച്ചപ്പോഴേ ഊസായ പോലെ. അയ്യോ,
ഹോ, ഒരാളുടെ മനസമാധാനം കളഞ്ഞപ്പോ എന്തൊരു സന്തോഷം. ഒരു ഗ്ലാസ് പാൽപ്പായസം കൂടെ എക്സ്ട്രാ കുടിച്ച ഒരു എനർജി. സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാം കൊണ്ടും പെർഫെക്റ്റ്. കറക്റ്റ് പാകത്തിനെല്ലാം, പ്രത്യേകിച്ച് മധുരം ഒട്ടും കൂടുതലും അല്ല എന്നാ കുറവുമല്ല. ഹലോ, ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനത്തിനെ കുറിച്ച് വെറുതെ ആണെങ്കിൽ പോലും ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി പറഞ്ഞാ എനിക്കത് വലിയ സന്തോഷാവും. എന്നിട്ടാണോ ഞാൻ ഇത്ര സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടും നീ എന്തോ ഒരു തെളിച്ചില്ലാതിരിക്കുന്നത്? ആ ഗിരിയുടെ വായിന്ന് കേൾക്കാൻ കുതിച്ച വാക്കുകളാ നീ ഇപ്പൊ പറയുന്നത്. അതോർത്തപ്പോ വെറുതെ ഒരു നിരാശ. അത് കൊള്ളാം. അപ്പൊ എന്റെ അഭിപ്രായത്തിന് അത്രേ ഉള്ളൂ വില. അയ്യോ അല്ലേ? സ്നേഹ, അങ്ങനെയല്ല. ഞാൻ വയ്യാണ്ട് കിടന്നപ്പോഴൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു ഗിരിക്ക്. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോ വീണ്ടും എന്നോട് പഴയ പോലെ ആയോന്നൊരു സംശയം. ഒരു സ്നേഹവും താല്പര്യവും ഇല്ലാത്ത പോലെ. ഓഫീസിലെ ഗിരിയുടെ തിരക്ക് നീയും കൂടെ മനസ്സിലാക്ക സുമിതേ. അതൊരു കാര്യം. പിന്നെ ഗിരിയെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റില്ല. നിന്റെ ഭാഗത്തുണ്ട് തെറ്റ്. ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്തില്ല, അതാണ് പ്രശ്നം. ചെയ്യേണ്ട ചില കാര്യങ്ങൾ നീ ചെയ്തിട്ടില്ല സുമി. നീ വെറുതെ വളച്ചൂട്ടി കളിക്കാതെ കാര്യം പറഞ്ഞേ. നീ വയ്യാതെ കിടന്നപ്പോ ഗിരി നിന്നോട് ഒരുപാട് നന്നായിട്ട് പെരുമാറി. ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ സ്നേഹിച്ചു, പരിചരിച്ചു. അതൊക്കെ പ്രതികരിക്കാനാവാത്ത അവസ്ഥയില് നീ ഏറ്റെടുക്കുകയും ചെയ്തു. നിനക്കത് വലിയ സന്തോഷാവുകയും ചെയ്തു. പക്ഷേ നീ അത് സന്തോഷത്തോടെയാണോ ഏറ്റെടുത്തെന്ന് ഗിരി എങ്ങനെ അറിയാനാ? തിരിച്ചൊന്നും മിണ്ടാനോ ഒന്നും പ്രകടിപ്പിക്കാനോ കഴിയാതെ കിടക്കുന്ന അവസ്ഥയില് ഗിരി കാണിച്ച സ്നേഹം നിന്റെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു നീ അവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും ഞാൻ. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഗിരിയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും സുമി? നിന്റെ പഴയ ആറ്റിറ്റ്യൂഡ് മാറിയോ ഇല്ലയോന്ന് ഗിരിക്ക് അറിയില്ലല്ലോ. വയ്യാതെ കിടന്നപ്പോ അവൻ കാണിച്ച സ്നേഹവും സ്വാതന്ത്ര്യവും തിരിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയില് നീ സഹിച്ചതായിരിക്കുമെന്നും ഒരുപക്ഷെ ഇനിയും അത് തുടർന്നാ നിനക്കതിൽ എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടായാലോന്നും അവന് തോന്നിക്കാണും. നിന്റെ മനസ്സ് എങ്ങനെയാന്ന് അറിഞ്ഞാലല്ലേ നിന്നോട് എങ്ങനെ ഇടപെടണ്ടേന്ന് ഗിരിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഒട്ടും നല്ല ടേംസില് ദാമ്പത്യ ജീവിതം തുടങ്ങിയ ആളുകളല്ലല്ലോ. എത്ര ശരിയാ നീ പറഞ്ഞത്. ഞാനതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ എന്റെ മനസ്സിലുള്ളത് എന്താന്ന് ഞാൻ ഗിരിയോട് പറയും. ഗിരി എന്റെ അടുത്ത് കാണിച്ച സ്നേഹവും കരുതലുമാണ് എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നതെന്നും ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള പ്രേരണയും അതുതന്നെയാണെന്ന് ഞാൻ തുറന്നു പറയും. വെരി ഗുഡ്, നല്ല തീരുമാനം. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനോളം നല്ല കാര്യം കുടുംബജീവിതത്തിൽ വേറെ ഇല്ല സുമി.
എന്താ സുമി ഇതൊക്കെ? എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഡിന്നറിന്. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സർ. ഗിരി, മനസ്സിലുള്ള കാര്യങ്ങൾ അതെന്തു തന്നെ ആയാലും കൂട്ടിക്കെട്ടി വെക്കാതെ സമയമൊന്നും എനിക്കില്ല. പക്ഷെ തന്റെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡിസംബറിലെ അമ്മയും നവിയും ഒക്കെ അവരുടെ പതിവ് ഹോളിഡേ ടൂർ പോകുന്നുണ്ട്. ഏതെങ്കിലും യൂറോപ്യൻ കൺട്രി തന്നെ ആയിരിക്കും ഡെസ്റ്റിനേഷൻ. ഇത്തവണ സുമിതയ്ക്ക് അവരോട് കൂടാലോ. ഹോളിഡേ ടൂറോ? ഞാൻ പറയുന്നതേ നമ്മൾ രണ്ടുപേരൂടെ പോകുന്ന നമ്മുടെ ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചാ. നമ്മൾ മാത്രമുള്ള നമ്മുടെ യാത്ര. അതെ, നമ്മൾ തമ്മിലുള്ള ടേംസ് എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് തനിക്കല്ലേ സുമിത? അങ്ങനെ ഒരു യാത്രയ്ക്ക് നമ്മൾ ഒരുമിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ അതൊരിക്കലും നന്നാവാൻ പോകുന്നില്ല. അതിനെ ഹണിമൂൺ ട്രിപ്പ് എന്ന് പേരിട്ട് വിളിക്കാനും പറ്റില്ല. പഴയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ടേംസിന് എന്താ ഗിരി കുഴപ്പം? സുമിത ഈ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ എനിക്കറിയില്ല. പറയാനുള്ളത് പറഞ്ഞാൽ സുമിത അതെങ്ങനെ എടുക്കുമെന്നും എനിക്കറിയില്ല. എങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുള്ള മര്യാദയും ബഹുമാനവും ഞാൻ സുമിതയോട് കാണിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. സുമിതയുടെ മുഖത്തേക്ക് ഓരോ നിമിഷവും ഞാനിപ്പോ നോക്കുന്നത് ചെറിയ കുറ്റബോധത്തോടെയാ. ചെറുതല്ല, വലിയ കുറ്റബോധത്തോടെയാ. പക്ഷെ ഞാനത് ചെയ്തതിന് അതിൻ്റെതായ ന്യായങ്ങളുണ്ടായിരുന്നു. ഒക്കെ ഇയാൾക്ക് വേണ്ടി തന്നെയായിരുന്നു. എന്ത് ചെയ്ത കാര്യം ഗിരി പറയുന്നേ? അതെ, സുമി വയ്യാതെ കിടന്നപ്പോ ഞാൻ സുമിയോട് കാണിച്ച സ്നേഹവും അടുപ്പവും അത് എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു.